ചെങ്കോട്ട സ്ഫോടനത്തിൽ 3 ഡോക്ടർമാരിപ്പം കസ്റ്റഡി. ഒരു ഡോക്ടർ ഉമർ മുഹമ്മദ്, അയാളാണ് I-20 കാറിൽ പൊട്ടിത്തെറിച്ചത്. അതൊരു ചാവേർ ആക്രമണം എന്ന് പറയുന്നെങ്കിലും ചാവേർ ആക്രമണത്തിൻ്റെ സ്വഭാവം അതിനുണ്ടായില്ല എന്നും വാർത്ത വരുന്നുണ്ട്. ചാവേർ സാധാരണഗതിയിൽ ഈ വാഹനം ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് ഇടിച്ച് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ അതിൻ്റെ പരിസരങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ ബോംബ് സ്ഫോടനത്തിനകത്തുനിന്നുള്ള ചീളുകൾ, അത് ആണിയാകാം, അങ്ങനത്തെയുള്ള ചീളുകൾ അടുത്തുള്ളവരുടെ ദേഹത്ത് പതിക്കുകയും കെട്ടിടങ്ങളിൽ പതിക്കുകയും കാറുകളിൽ പതിക്കുകയും ഒക്കെ ചെയ്യുക സാധാരണമാണ്. പക്ഷേ ഇവിടുത്തെ ചെങ്കോട്ടയിലെ ഇപ്പം നടന്ന ഈ സ്ഫോടനത്തിൽ അതൊന്നും ഉണ്ടായില്ല. ആ കാറ് പൊട്ടിത്തെറിച്ചു. കാറിനകത്തിരുന്ന ആൾ ഛിന്ന ഭിന്നമായി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തെറിച്ച് റോഡിലൊക്കെ വീണ് കിടന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പരിസരത്തുണ്ടായ പലർക്കും ഇതുപോലെ അപകടം നേരിട്ടുണ്ട്. ഇതുവരെ 12 പേർ കൊല്ലപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 10-30 പേർ ആശുപത്രിയിൽ പരിക്ക് പറ്റി ചികിത്സയിലാണ്. കേന്ദ്ര ഗവൺമെൻറ് 10 ലക്ഷം രൂപ വീതം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അംഗഭംഗം വന്നവർക്ക്, കാലോ കയ്യോ ഒക്കെ മുറിഞ്ഞു പോയവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കാനും പരിക്കേറ്റവർക്ക് 2 ലക്ഷം കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏകദേശം 15 പേർ ഇപ്പം കസ്റ്റഡിയിലുണ്ട്. ആദ്യം 8 പേര് കസ്റ്റഡിയിലായിരുന്നു, 7 പേരെ കൂടെ എടുത്തു. ഇപ്പം 15 പേർ കസ്റ്റഡിയിലുണ്ട്. ജമ്മു കാശ്മീരിലെ പോലീസാണ് ഫരീദാബാദിലെ ഈ ചെങ്കോട്ട ആക്രമണത്തിൻ്റെ ഒരു ക്രൂരമായ ആ മുഖത്തിന് വേണ്ടി ഫരീദാബാദിൽ ഗൂഢാലോചന നടത്തുകയും സ്ഫോടനത്തിനുള്ള അവരെ അലുമിനിയം നൈട്രേറ്റ് ഏകദേശം 3000 കിലോയോളം ശേഖരിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. ജമ്മു കാശ്മീർ പോലീസാണ് അത് കണ്ടെത്തിയത്, അവരെ അറസ്റ്റ് ചെയ്തതും ഈ അലുമിനിയം നൈട്രേറ്റ് കസ്റ്റഡിയിലെടുത്തതും. ഇന്ത്യയിൽ അതിഭീകരമായ ഒരു ആക്രമണം ഉദ്ദേശിച്ച് തന്നെയായിരുന്നു ഏകദേശം 3000 കിലോ അലുമിനിയം നൈട്രേറ്റ് അതിഭീകരമായ സ്ഫോടനം നടത്താൻ വേണ്ടി കളക്ട് ചെയ്തത്. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ ശേഖരിച്ചു എന്നുള്ള ഇനി NIA അന്വേഷിക്കും. ഈ കേസ് NIA ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൽ 10 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കേരളത്തിലുണ്ടായിരുന്ന സാക്കറ എന്ന ADGP ഇപ്പം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കൂടെ ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം വളരെ വൈറ്റലായ ചില വിവരങ്ങൾ വരുന്നുണ്ട്. പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഈ ചെങ്കോട്ടയിലെ ഭീകരപ്രവർത്തനം, ആ പൊട്ടിത്തെറിയിലെ കഥാപാത്രം എന്ന് വ്യക്തമായിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ബ്രദറിനെയും അയാളുടെ ഉമ്മയെയും കാശ്മീരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം DNA അവരുടെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് DNA ആ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടം പോലീസ് ശേഖരിച്ച് വച്ചിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യണം. കൊല്ലപ്പെട്ടത് ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെയാണോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയത്ത് ഉമർ മുഹമ്മദിൻ്റെ ഉമ്മയും സഹോദരനും പറയുന്നത് ഉമർ വളരെ ശാന്തനായ ഒരാളും പഠിക്കാൻ മിടുക്കനായ ആളും ആരോടും അധികം സംസാരിക്കാത്ത ആളുമാണ്. അദ്ദേഹം ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. വളരെ ശാന്തനായിരുന്നു. പഠനത്തിൽ തന്നെയായിരുന്നു അങ്ങേര് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇപ്പം ഫരീദാബാദിലെ ആ 3000 കിലോ 2900 കിലോ അലുമിനിയം നൈട്രേറ്റ് അത് കണ്ടെത്തിയ ഈ ഡോക്ടർമാരുടെ വസതിയിൽ നിന്ന് തന്നെയായിരുന്നു. അതിനകത്ത് ഡോക്ടർ ഷാഹിൻ എന്ന വ്യക്തിയെ ഇപ്പം ലക്നൗവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സജാദ് എന്ന ഒരാളെ ജമ്മു കാശ്മീരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ 2 ഡോക്ടർമാരെ കൂടാതെ ഒരു ലേഡി ഡോക്ടറുമുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്ത വരുന്നത്. ഈ കാറ് ഉമർ മുഹമ്മദ് വാങ്ങിച്ചത് താരിഖ് എന്ന ആളാണ്. അയാളെ ഇപ്പം കസ്റ്റഡിയിലെടുത്ത് അയാളിൽ നിന്നാണ്.
അയാളിൽ നിന്നാണ് ഈ കാർ വാങ്ങിച്ചതുകൊണ്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ NIAയും ജമ്മു കാശ്മീർ പോലീസും വളരെ ക്രൂഷ്യലായ ഒരു റെയ്ഡ് നടത്തി എന്നാണ് ഇപ്പം മനസ്സിലാകാവുന്നത്. ഫരീദാബാദിലെ അൽ ഫല യൂണിവേഴ്സിറ്റി, അവിടുത്തെ ഡോക്ടർമാരെയും കുട്ടികളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. 8 പേരെ അവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതുപോലൊപ്പം തന്നെ ഇപ്പം ഈ പൊട്ടിത്തെറിയുടെ കാറിൻ്റെ സഞ്ചാരം അത് CCTV ദൃശ്യം മുഖേന ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. 8 മണിക്ക് ഫരീദാബാദിൽ നിന്ന് തിരിച്ച് അയാൾ വന്ന റൂട്ട് കറക്റ്റായിട്ട് വന്നു. ചെങ്കോട്ടയിൽ വന്ന് 3 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നീങ്ങിയ സമയത്താണ് ആ സിഗ്നലിൻ്റെ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചത്. ആ കാറിൻ്റെ ഒപ്പം 2 കാറും കൂടെ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഇപ്പം NIA പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം CCTV ദൃശ്യത്തിൽ ഇതിനോട് ചേർന്ന് 2 കാറുകൂടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും അത് പോലീസ് കണ്ടെത്തും. ഏതായാലും 2 ഡോക്ടർമാരെ കസ്റ്റഡിയിലുണ്ട്, അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ വളരെ വലിയൊരു സ്ഫോടനം നടത്താൻ വേണ്ടി തന്നെയായിരുന്നു ഈ 3000 കിലോ അലുമിനിയം നൈട്രേറ്റ് അവർ ശേഖരിച്ചു വെച്ചത്. ഇപ്പം തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നും 60 കിലോ അലുമിനിയം നൈട്രേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശേഖരിച്ചു വെച്ചത് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ അതിഭീകരമായ ക്രൂരമായ ഒരു സ്ഫോടനത്തെ തന്നെയായിരുന്നു ഇവർ പ്ലാൻ ഇട്ടിരുന്നത്. അത് തന്നെയല്ല, ലഷ്കർ-ഇ-തോയ്ബയുടെ കഴിഞ്ഞ പഹൽഗാമിലെ ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവർ ചില പ്രസ്താവനകൾ വന്നത് നമ്മൾ കണ്ടു. അവർ പറഞ്ഞത് ഇന്ത്യയിലെ വൈറ്റ് കോളർ ടെററിസ്റ്റുകളായിരിക്കും അടുത്ത ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നത്. അതിനുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ് അവർ. അതുകൊണ്ട് പട്ടിണി കിടക്കുന്ന പാവങ്ങളെ ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, ഐഡിയോളജിക്കലായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ആ പറഞ്ഞ അന്നത്തെ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം പറഞ്ഞ ആ വാക്കുകൾ ഇപ്പം അനർത്ഥമായിരിക്കുന്നു. കാരണം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന 3-4-5 ഡോക്ടേഴ്സിനെയാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ സ്ഫോടക വസ്തുക്കൾ വളരെ 3000 കിലോയോളം കണ്ടെത്തിക്കഴിഞ്ഞു. അതുതന്നെയല്ല, ഇന്ത്യയിലെ വ്യാപകമായി ഇതുപോലെയുള്ള ആക്രമണം നടത്താൻ തന്നെയാണ് ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ അവരുടെ ലക്ഷ്യം. അവർ കാശ്മീരിനെയും ആസാദ് കാശ്മീരിനെയും മോചിപ്പിച്ച് പാകിസ്ഥാനോട് ചേർക്കണം, ഇന്ത്യ ക്രമേണ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം എന്നൊക്കെയാണ് വീമ്പളച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പഹൽഗാമിന് ആ സംഭവത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ആക്രമണത്തിൽ കുറേ ഭീകരപ്രവർത്തകരെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഈ സംഭവത്തോടു കൂടി ആ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ ഭീകര സംഘടനയെ അതിൻ്റെ ക്യാമ്പുകളും നിശേഷം ഇന്ത്യ തകർക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യ എന്ന ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശേഷിയെ നിഷ്പ്രഭമാക്കാൻ പാകിസ്ഥാനെ ഉപയോഗിച്ച്, അവിടുത്തെ ടെററിസ്റ്റിനെ ഉപയോഗിച്ച് ലോകത്തിലെ ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫണ്ടില്ലാതെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല. ഭീകരപ്രവർത്തകർക്ക് തുടക്കത്തിൽ ലഷ്കർ-ഇ-തോയ്ബ 1985-86 കാലഘട്ടത്തിൽ തുടങ്ങിയപ്പം ഉസാമ ബിൻ ലാദൻ തന്നെയായിരുന്നു ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഉസാമ ബിൻ ലാദൻ്റെ മരണശേഷം ആരാണ് ഫണ്ട് കൊടുക്കുന്നത്? ആ ഭീകര സംഘടന ഇപ്പം നിലവിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എങ്കിലും യഥേഷ്ടം ഫണ്ടുകൾ വരുന്നുണ്ട്. ഈ പഠിച്ച ഈ കുട്ടികൾക്ക്, ഈ ഡോക്ടർമാർക്ക് എങ്ങനെയാണ് 3000 കിലോ 3500 കിലോ സ്ഫോടക വസ്തു ശേഖരിക്കാൻ കഴിഞ്ഞത്? അത് എവിടുന്ന് വന്നു? ഏത് മാർക്കറ്റിൽ വന്നു? അതൊക്കെ ഇനി NIA അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് ഇത് എങ്ങനെ കടത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. വലിയ ഒരു ശേഖരം തന്നെയായിരുന്നു ആ സ്ഫോടക വസ്തുക്കൾ. അതുകൊണ്ട് ലാഘവബുദ്ധിയോടെ ഇന്ത്യ കാണില്ല. പ്രൈം മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനയെ ഇനി ഇന്ത്യ ഉന്മൂലനം ചെയ്യേണ്ടതാണ്, ഉന്മൂലനം ചെയ്യുമെന്നാണ് അവരുടെ വാക്കിൽ നിന്ന് ധ്വനികൾ വരുന്നത്. എന്തായാലും ഇന്ത്യക്കാരുടെ അഭിപ്രായം അത് തന്നെ. കാരണം ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആ ശക്തികൾ ഏത് രാജ്യത്തിൽ കിടന്നാലും
അത് നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇന്ത്യക്ക് അതിനിപ്പം കഴിവുമുണ്ട്. അതുകൊണ്ട് അത് നടപ്പാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.